ഹായ് ഹലോ ഇന്ന് നമുക്ക് ഒരു റൈസിൻ്റെ റെസിപ്പി കാണാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് ഒരുപാട് സാധനങ്ങൾ ഒന്നുമില്ലാതെ പെട്ടെന്നൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റൈസിൻ്റെ റെസിപ്പി ആട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഈ റൈസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്കിത് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ചിക്കൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ചിക്കൻ എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിപ്പമുള്ള ചിക്കൻ തന്നെയാണ്. അത് നമുക്ക് ഇഷ്ടമുള്ള പീസിൻ്റെ വലിപ്പമാക്കിയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അതിലേക്ക് ചേർത്തിട്ടുള്ളത് മന്തി മസാല കേട്ടോ. 1.5 ടീസ്പൂണോളം മന്തി മസാല ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം നമ്മളിതിലേക്ക് ടൊമാറ്റോ സോസും 1/2 ടീസ്പൂണോളം നമ്മളിതിലേക്ക് സോയാ സോസും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആ സോയാ സോസും കൂടി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/4 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും നമ്മൾ ഈ ഒരു ചിക്കന് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർക്കാം. അതിന് കൂടെ തന്നെ 2 ടീസ്പൂണോളം നമ്മളിതിലേക്ക് വിനീഗർ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ആ സുർക്ക കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് കൈ വെച്ച് നന്നായിട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ. നമ്മളിതിലേക്ക് ഒരുപാട് മസാലയൊന്നും ചേർക്കുന്നില്ല. ഈ ഒരു മന്തി മസാല മാത്രമായിട്ട് നമ്മളിതിൽ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് നമ്മളിപ്പം നമുക്ക് ടൈം ഉണ്ടെങ്കിൽ നമ്മൾ തലേന്നൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്ന കേട്ടോ നല്ലത്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ 1 മണിക്കൂറെങ്കിലും ഇതുപോലെ നമ്മൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. എന്നിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കേ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്ത് നമ്മൾ ചിക്കൻ ഞാനിപ്പോൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം കേട്ടോ ചെയ്യുന്നത്. ടൈമുള്ളതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചിക്കൻ എത്ര നേരം വേണമെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അത്രയും ടേസ്റ്റ് ആട്ടോ ഉണ്ടാകാൻ. അപ്പോൾ ഇനി നമ്മളിത് റൈസ് ഉണ്ടാക്കാനായിട്ടുള്ള അരി ഇതാ വെള്ളത്തിലേക്ക് നന്നായിട്ട് കഴുകി കുതിർത്ത് വെക്കാൻ പോകാം കേട്ടോ ചെയ്യുന്നത്. ഞാനിപ്പോൾ 3 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അതിൽ നന്നായിട്ട് നമ്മളൊന്ന് കഴുകി എടുക്കാം കേട്ടോ ചെയ്യുന്നത്. അരിയിൽ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ട് വീണ്ടും കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒരു അരമണിക്കൂറെങ്കിലും 30 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു അരി നന്നായിട്ടൊന്ന് സോക്കായിട്ട് കിട്ടട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മളിതാ വേറൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മളതിലേക്ക് 3 മീഡിയം സൈസുള്ള സവാള ഇതുപോലൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. വഴറ്റിയെടുത്തിട്ട് ഇതിൻ്റെ കളറൊന്ന് മാറ്റിയെടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിതാ ഇതുപോലെ നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ. ഇതാ ഈ ഒരു കളറായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 10 15 വെളുത്തുള്ളി, ചെറുതാണെങ്കിൽ 15 എടുക്കാം കേട്ടോ. ഇനി വലുതാണെന്നുണ്ടെങ്കിൽ 10 മതിയാവും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 15 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇപ്പം നമ്മൾ വറുത്തെടുത്തുള്ള സവാളയും നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഇത് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ. നന്നായിട്ട് ഇത് മൂത്ത് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ ചിക്കനിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ചിക്കൻ ഇപ്പോൾ നന്നായിട്ട് നല്ല മസാലയൊക്കെ പിടിച്ച് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതാ ആ ഒരു ചിക്കനിലേക്ക് ആ ഒരു ഓയിലും നമ്മൾ വറുത്തെടുത്തുള്ള സവാളയും വെളുത്തുള്ളിയൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് കുറച്ച് പൊടികളാട്ടോ. ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾ ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ നമുക്ക് 2 വലിയ ടൊമാറ്റോ തക്കാളിയില്ലേ അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് നമ്മൾ അതിൻ്റെ പേസ്റ്റായിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് സ്പൈസസും കൂടി ഇതിലേക്ക് ഈ ഒരു സമയത്ത് തന്നെ ആഡാക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിൽ വീണ്ടും നമുക്കൊരു 2 ടീസ്പൂണോളം ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് കൈ വെച്ച് നന്നായിട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഉന്തി നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതിപ്പോൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിനായിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റ് ആണെന്ന് നോക്കാം കേട്ടോ ഈ ഒരു സമയത്ത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സാക്കി എടുത്ത ഇതിനെ നമ്മൾ അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഒന്ന് ചൂടായി നന്നായിട്ട് ഈ ഒരു പാകത്തിനായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന അരിയുടെ അളവനുസരിച്ചിട്ട് വേണം കേട്ടോ നമ്മളിതിലേക്ക് വെള്ളം ചേർക്കാൻ. ഞാനിപ്പോൾ 2 കപ്പ് വെള്ളമാട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ 3 കപ്പ് അരി എടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് വെള്ളം ആദ്യം തന്നെ ചേർത്തിട്ട് അരി നന്നായിട്ട് അങ്ങ് വെന്ത് പോകണ്ട. അപ്പോൾ വെള്ളം കൂടി ചേർത്തിട്ട് നമ്മളിതിലേക്ക് ഇനി ചേർക്കാൻ വേണ്ടി പോകുന്നത് ഒരു മാഗി ക്യൂബാട്ടോ. അതും കൂടി ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി ഒന്ന് തിളച്ച് വരുന്നതിന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒന്ന് നന്നായിട്ട് തിളച്ച് ആ ഒരു ചിക്കനൊക്കെ ഒന്ന് കുക്കായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ അങ്ങ് വെള്ളത്തിൽ നിന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത് നന്നായി തിളച്ച് ചിക്കനൊക്കെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വെള്ളത്തിൽ നിന്ന് ഈ ചിക്കൻ അങ്ങ് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി ഒരുപാട് അങ്ങ് വേവിച്ചെടുക്കേണ്ട. ചിക്കൻ അങ്ങ് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പാകത്തിനായി കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിൽ നിന്ന് ചിക്കൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം.
ഇനി നിങ്ങൾക്ക് ചിക്കൻ ഫ്രൈ ഒന്നും ചെയ്യേണ്ടിയില്ല, ടൈമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ചിക്കൻ ഇതുപോലെ മാറ്റി കൊടുക്കണ്ട കേട്ടോ. ഒന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്തിന് നമുക്കിതിലേക്ക് അരിയും കൂടി അങ്ങോട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കുക്കാക്കിയിട്ട് എടുക്കാം. അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ചിക്കൻ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് വെള്ളത്തിൽ നിന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ട് നമ്മൾ റൈസും കൂട്ടി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഇനി നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 4-5 പച്ചമുളകും ഒരു വെളുത്തുള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കുടം വെളുത്തുള്ളി എന്നൊക്കെ പറയില്ലേ, നമ്മൾ ആ ഒരു വെളുത്തുള്ളി പൊട്ടിക്കാതെ ആ ഒരു വെളുത്തുള്ളിയുടെ മുകൾ ഭാഗത്തുള്ള അതിൻ്റെ ആ ഒരു മുത്തി എന്ന് പറയുന്ന ആ ഒരു സാധനം നമ്മളങ്ങ് കട്ട് ചെയ്തിട്ട് ആ ഒരു വെളുത്തുള്ളിൻ്റെ ഇതുപോലെ ഇങ്ങനെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. റൈസ് ഒന്ന് കുക്കായിട്ട് കിട്ടട്ടെ. എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഇതുപോലെ നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ തന്നെ നമുക്ക് ഈ ചോറായി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്താലും മതി. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഇതുപോലൊരു പാത്രത്തിലേക്ക് 1-2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/2 ടീസ്പൂണോളം നമ്മൾ ചില്ലി ഫ്ലെക്സും, 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും, ഒരു 1/2 ടീസ്പൂണോളം നമ്മളെ സോയാ സോസും കൂടി ചേർത്തിട്ട് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ട് നമ്മൾ ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ആ ഒരു ചിക്കനിലേക്ക് ഈ ഒരു മസാല പുരക്കിയെടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. ഓയിലൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. ഓയിലൊന്നും ഒഴിക്കാതെ തന്നെയാണ് നമ്മൾ ഇതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളിത് ആ ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഈ ഒരു പാകത്തിനാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് ഫ്രൈ ആക്കിയിട്ടെടുക്കാം. ഓയിലൊന്നും ഒഴിക്കാതെ ആയിട്ട് നമ്മൾ ഫ്രൈ ആക്കിയിട്ടെടുക്കുന്നത്. 2 സൈഡൊന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് കളറൊന്ന് മാറ്റിയെടുക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഓയിൽ വെച്ചിട്ട് ഇനി ഫ്രൈ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അതിന് അല്ലാന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്യാതെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കളറൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ചിക്കൻ നമ്മൾ അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് കളറൊക്കെ ഈ ഒരു പാകത്തിന് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് മുരിഞ്ഞ് കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവേ. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചോറും കൂടി റെഡിയായി നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ റൈസ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൈസ് എപ്പോൾ ഉണ്ടാക്കുന്നതാണെങ്കിൽ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. നമുക്ക് നല്ല അടിപൊളിയായിട്ട് റൈസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഈ റൈസൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം നന്നായിട്ട് വറ്റി വരുമല്ലോ, ആ ഒരു സമയത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കുക. 1-2 പ്രാവശ്യം മാത്രം കേട്ടോ. പിന്നെ നമ്മൾ തുറന്ന് നോക്കാൻ പാടുള്ളൂ. തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ റൈസ് നന്നായിട്ട് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റും. വെള്ളമൊക്കെ വറ്റി മുകൾ ഭാഗത്ത് റൈസ് പൊന്തി വരണം. ആ ഒരു സമയത്താണ് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കേണ്ടത്. ഇളക്കി കൊടുക്കാനും മറക്കരുത്. എന്നിട്ടൊരു 5 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. വീണ്ടും ഒരു 5 മിനിറ്റ് ആകുമ്പോൾ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ റൈസ് അങ്ങ് റെഡി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ റൈസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചിക്കനും കൂടിയും വെച്ചെടുക്കേ. അപ്പോൾ അധികം ആഡംബരങ്ങളൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ട് എത്ര കഴിച്ചാലും മതി വരാത്തൊരു റൈസിൻ്റെ റെസിപ്പി ആട്ടോ ഇത്. എന്തായാലും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതുപോലെ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ. താങ്ക് യു.